ഗുഡ് ഈവനിങ്. എൻ്റെ പേര് പ്രിയ. അപ്പം ഞാനിപ്പോൾ ലേൺവൈസിലെ BCA സ്റ്റുഡൻ്റ് ആണ്. ഇപ്പം ഞാൻ സെക്കൻഡ് സെമസ്റ്റർ സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ഈ വർഷത്തെ തന്നെ ഞാൻ ഏറ്റവും എടുത്ത നല്ല ഡിസിഷൻ ഞാൻ ലേൺവൈസിൽ ജോയിൻ ചെയ്യുക എന്നുള്ളതായിരുന്നു. കാര്യം എൻ്റെ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് അവരെ ഞാൻ ആദ്യമായിട്ട് കോൺടാക്റ്റ് ചെയ്തത്. പക്ഷേ ക്ലാസ്സസിന് ഞാൻ അപ്പോൾ കയറിയിട്ടില്ലായിരുന്നു. അങ്ങനെ അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞ് ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ആകെ ഓവർവെൽംഡ് ആയിപ്പോയി. കാര്യം വലിയ വലിയ പുസ്തകങ്ങൾ എവിടെ നിന്ന് തുടങ്ങണം, എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് എങ്ങനെ ഇറങ്ങണം, എനിക്കൊരു സ്റ്റാർട്ട് പോലും കിട്ടുന്നില്ല. ഞാൻ എടുത്തിട്ട് ഓരോ പേജും നോക്കിയിട്ട് എനിക്ക് പഠിക്കാൻ പോലും പറ്റുന്നില്ല. അപ്പം എൻ്റെ ആ ഒരു കംപ്ലീറ്റ് ഹോപ്പും പോയിരിക്കുകയാണ്. അപ്പോഴാണ് ഞാൻ ഇങ്ങനെ ട്യൂഷൻ്റെ കാര്യം അവർ പറഞ്ഞത് ഓർമ്മ വന്നിട്ട് ഞാൻ അവരെ കോൺടാക്റ്റ് ചെയ്യുന്നത്. ഇത്രയും വലിയ ടെക്സ്റ്റ് ബുക്ക്, ഇത്രയും വലിയ വലിയ കൺസെപ്റ്റുകൾ വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് ഒരു 6 months വേണ്ട, നമുക്കൊരു 3 to 4 months വെച്ച് അത് കംപ്ലീറ്റ് ചെയ്തിട്ട് ബാക്കി 2 months റിവിഷനും ചെയ്യാം. ആ രീതിക്ക് ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ അവർ ഉണ്ടാക്കി തരും. അങ്ങനെ ഡേ ബൈ ഡേ എനിക്ക് അപ്പം ലൈവ് സെഷൻസ് ഒന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ലായിരുന്നു. സോ എനിക്ക് ഒട്ടും ഹോപ്പില്ലായിരുന്നു എനിക്ക് ഫസ്റ്റ് സെം ഒക്കെ ക്ലിയർ ചെയ്യാൻ പറ്റുന്നു. പക്ഷേ ഡെയിലി വളരെ കുറച്ച് ടോപ്പിക്കുകൾ മാത്രമേ ഉള്ളൂ. അതെങ്ങനെയാണ് ഒരു 4 months കൊണ്ട് വളരെ സിമ്പിളായിട്ട് തീരും. നമുക്ക് ഒരു ഡേയിൽ ഇത്ര പഠിക്കണം, എക്സാം വരുമ്പോഴത്തേക്കുള്ള ആ ഒരു ടെൻഷനോ ബുദ്ധിമുട്ടോ ഒന്നുമില്ല. സിമ്പിളായിട്ട് ഡെയിലി ഇച്ചിരി ടോപ്പിക്ക് വീതം, അതായത് ക്ലാസ്സസ് ഉണ്ട്, പിന്നെ എക്സാം ആകുമ്പോൾ എക്സാം ഓറിയൻറ്റഡ് നോട്ട്സ് ഉണ്ട്, റിവിഷൻസ്, അതുപോലെ എക്സാം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ്, ഇങ്ങനത്തെ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. അപ്പം എനിക്ക് കുറച്ച് സിറ്റുവേഷൻസ് കാരണം ലൈവ് സെഷൻസ് ഒന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ ഫുൾ പഠിച്ചതും ഇവരുടെ നോട്ട്സ് വെച്ചിട്ടും അതുപോലെ റെക്കോർഡഡ് ക്ലാസ്സസ് കണ്ടിട്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഡെയിലി എൻ്റെ ടൈമിന്, എനിക്ക് കിട്ടുന്ന ടൈമിനനുസരിച്ച് കംപ്ലീറ്റ് ചെയ്താൽ മാത്രം മതി. എനിക്കിടയ്ക്ക് അതിന് അനുസരിച്ച് പോകാൻ പറ്റാത്തപ്പോൾ ഞാൻ എൻ്റെ മെൻറ്ററിൻ്റെ അടുത്ത് പറയുകയും അവർ അതിനനുസരിച്ചുള്ള ഒപ്പീനിയൻസ് തന്ന് അങ്ങനെ അത് കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റി. ഫസ്റ്റ് സെമ്മിൽ എനിക്ക് കറക്റ്റായിട്ട് പോകാൻ പറ്റുന്നില്ല. സ്റ്റിൽ എനിക്ക് എൻ്റെ എക്സാമിന് എല്ലാ പേപ്പറും എനിക്ക് നല്ല മാർക്ക് അത്യാവശ്യം സ്കോർ ചെയ്യാൻ പറ്റി. എനിക്ക് ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു എനിക്ക് കിട്ടുമെന്ന്. അതിൻ്റെ കംപ്ലീറ്റ് റീസൺ ലേൺവൈസ് ആണ്. റിസൾട്ട് വന്നപ്പോൾ ഞാൻ അത്ര ഹാപ്പിയായി. എനിക്കതെങ്ങനെ താങ്ക്സ് പറയണമെന്ന് അറിയത്തില്ല. അതുപോലെ ഇപ്പോൾ എൻ്റെ സെക്കൻഡ് സെമ്മ് സെയിം രീതിയിൽ തന്നെ സ്ട്രക്ചേർഡായിട്ട് പഠിച്ചു പോയതുകൊണ്ട് ഇപ്പോൾ എക്സാമിന് ഒരു 1 month മുന്നേ ഒക്കെ ഓൾമോസ്റ്റ് എൻ്റെ കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് ടോപ്പിക്സ് പഠിച്ച് തീർക്കാൻ പറ്റി. അതുപോലെ ഇപ്പം ഞാൻ എൻ്റെ റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കുക. കാര്യം ഫുൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. ചില പെൻഡിങ് ടോപ്പിക്സ് മാത്രമേ ഉള്ളൂ. എക്സാമിന് മുന്നേ തന്നെ ഇതെല്ലാം ഓൾമോസ്റ്റ് ക്ലോസ് ആവുന്നതുകൊണ്ട് പിന്നെ നമുക്ക് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക് ചെയ്യുകയും റിവിഷൻ ചെയ്യുകയും ചെയ്താൽ മാത്രം മതി. ആ ഒരു എക്സാമിൻ്റെ പ്രഷർ ഒട്ടും ഇല്ല. ഇതിൻ്റെ നല്ല കോംപ്ലക്സ് ആയിട്ടുള്ള സിലബസ്, ഒരുപാട് പഠിക്കാനുണ്ട്. പക്ഷെ സ്റ്റിൽ അത്ര ഒരു ബുദ്ധിമുട്ട്, അതിൻ്റെ പാതി ബുദ്ധിമുട്ട് പോലും തോന്നില്ല. അപ്പോൾ സിമ്പിളായിട്ട് ഈ ഫസ്റ്റ് സെമ്മും സെക്കൻഡ് സെമ്മും പഠിച്ച് തീർക്കാൻ പറ്റുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ഫ്യൂച്ചറിലും അഫ്കോഴ്സ് ഞാൻ ഈ കോഴ്സ് തീരുന്നത് വരെ കംപ്ലീറ്റ്ലി ലേൺവൈസിൽ തന്നെ നിൽക്കാൻ എൻ്റെ പ്ലാൻ. ഈ മെൻറ്റർഷിപ്പിലൂടെയും ഇവരുടെ കംപ്ലീറ്റ് ഈ സ്റ്റഡി സിസ്റ്റത്തിലൂടെയും സക്സസ്ഫുൾ ആയിട്ട് അപ്പോൾ എനിക്ക് എൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഫസ്റ്റ് സെമ്മും സെക്കൻഡ് സെമ്മോടുകൂടി എനിക്ക് ഭയങ്കര ട്രസ്റ്റായി. സോ കംപ്ലീറ്റ് താങ്ക്സ് ഗോസ് ടു ലേൺവൈസ് ടീം.